ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ചിരട്ട ഒന്ന് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി മാറ്റി കൊടുക്കണം. കുറച്ചൊരു ഉണങ്ങിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൊപ്ര എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ തേങ്ങയിൽ നിന്നും മാറിയിട്ടുള്ള ഒരു സ്റ്റേജുമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളക്കിയാൽ ഇളകി വരും. എന്നിട്ട് ഈ ബ്രൗൺ കളർ ഭാഗം നമ്മൾ ഒരു പീലർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ വരെ ഒഴിവാക്കാം. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, നമുക്ക് നല്ല കറക്റ്റ് വൈറ്റ് കളറിൽ തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രൗൺ കളറ് ഇത് ഇവിടുന്ന് ഒഴിവാക്കുന്നത്. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യണ എന്തിനെന്ന് വെച്ചാൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് ഇത് പൊടിക്കുന്നത്. അപ്പോൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റഫല്ലോ കേക്ക്, അത് മെയിനായിട്ട് അതിൽ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് റഫല്ലോ ചോക്ലേറ്റ് ഉണ്ടാക്കാം, പിന്നെ ലാമിങ്ടൺ ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വഴിയെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി, മുഴുവനായിട്ട് ഇടണ്ട. 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 ട്രിപ്പാക്കി പൊടിച്ചതാണ്. കണ്ടോ, നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഇതിൻ്റെ ഈർപ്പൊന്ന് വറ്റിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇതൊരു നനവാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടന്റ് നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 2 ബാച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കൈ വെക്കാതെ ഇളക്കണം, സിമ്മിലിട്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതിന് ഇടവരരുത്. ജസ്റ്റ് ഈ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമ്മൾ ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഇത് കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 1 kg 250 ആ ഒരു റേഞ്ചിലൊക്കെ വരും. നമുക്കിപ്പോൾ ഒരു തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് റഫല്ലോ ചോക്ലേറ്റ് ഉണ്ടാക്കാം, റഫല്ലോ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്ന ഓപ്ഷൻ കാണാം, അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.